ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു 2 ദിവസത്തെ മിക്സ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഇത് മെയിൻ നമ്മളെ ഷോപ്പിംഗ്, അതുപോലെ തന്നെ ഇതിൽ നല്ല അടിപൊളി റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗ് കണ്ടോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്താണ് നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ആക്കിട്ടാ. നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ലേ ആ ഒരു അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, വ്ളോഗെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എപ്പോൾ രാവിലെയാണ്. അതായത് നമ്മളെ മോർണിംഗ് എന്താണ് സ്റ്റാർട്ടിങ് ആണ്. കാരണം രാവിലെ തന്നെ മക്കളെ മദ്രസയിൽ കൊണ്ടാക്കാനുണ്ടാവും. അങ്ങനെയെല്ലാമായിട്ട് ചില ടൈമിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മോനെ മദ്രസയിൽ കൊണ്ടാക്കാനുണ്ടായിന്. അപ്പോൾ ഓനെ രാവിലെ തന്നെ ഒരു 6:30 ആകുമ്പോൾ കേട്ടോ മദ്രസയിൽ സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ ഓനെ മദ്രസയിലെല്ലാം കൊണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ടൈമെല്ലാം എന്താണ് വലിയ വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ രാവിലെ നേരം വെളുത്ത് വരുന്ന ആ ഒരു ടൈമല്ലേ, നല്ലൊരു തണുപ്പും നല്ലൊരു എന്താണ് ആ ഒരു മോർണിംഗ് വൈബ് വേറെ തന്നെ ഒരു ഫീലാണ് ഉണ്ടാവല്. കാരണം രാവിലെ ഒരു പക്ഷികളെ സൗണ്ടും ഭയങ്കര നിശബ്ദതയായിട്ടുള്ളൊരു സമയത്ത് നമ്മളെ മൈൻഡ് ഒരു വല്ലാത്തൊരു റിലാക്സ് ആയിട്ടുള്ളൊരു മൂഡിലായിരിക്കും ഉണ്ടാവല്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ എനിക്ക് എൻ്റെ എല്ലാ വ്ളോഗിലും കാണുന്നവർക്കറിയാം, ഞാൻ മുറ്റത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ചെടിയും കാര്യമെല്ലാം ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലവേഴ്സും ഇതെല്ലാം വന്നത് നോക്കലാണ്. ഒരു ഫ്ലവർ സ്മെല്ല് ചെയ്യുമ്പോൾ ഉണ്ടല്ല എനിക്ക് എപ്പോൾ ഒരു മെമ്മറീസ് ആയിട്ടുള്ളൊരു കാര്യം വന്നിട്ടാണ് ഉണ്ടാവല്. അതായത് ഞാൻ പണ്ട് ട്യൂഷന് പോകുന്ന ടൈമിലുണ്ടല്ലോ, നമ്മളെ ട്യൂഷൻ ടീച്ചറല്ല അവരെ അമ്മയാണ് കേട്ടോ നോക്കൽ. അപ്പോൾ ആ ഒരു വീട്ടിൽ ഈ ഒരു മുല്ലപ്പൂ എന്ന് നട്ടാൻ നേരം ഞാൻ പറയൽ. അപ്പോൾ ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ഇത് പറിക്കോട്ടെ വൈകുന്നേരം തിരിച്ച് വരുമ്പോൾ അതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വലിയൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു വേറെ തന്നെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. അതിനെനിക്ക് ആ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തേ ഞാൻ ഈ ഒരു ചെടി ഇങ്ങനെ നോക്കി, നമുക്കിങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ, നമുക്ക് നോട്ട് ചെയ്ത് വെക്കുമല്ലോ നമ്മൾ ചില സാധനങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ചെയ്തൊരു ചെടിയായിരുന്നു കേട്ടോ അത്. പക്ഷേ എനിക്ക് ഇത്രയും കാലമായിട്ട് ആ ഒരു ചെടി എവിടുന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ടൗണിൽ പോയ ടൈമിൽ വെറുതെ ആ ഒരു ഫാമിൽ പോയാലും ഈ ഒരു ചെടി കണ്ടതാണ് കേട്ടോ. അപ്പം അന്നേരം തന്നെ ഞാൻ വാങ്ങിയിട്ട് കുറേ ടൈപ്പ് വാങ്ങിയിട്ടുണ്ടായിന്. പക്ഷേ അതിലെല്ലാം നട്ടയിൽ വെച്ചിട്ട് ഇതാണ് കേട്ടോ ആയിട്ടുള്ളത്. അപ്പോൾ ഇതെപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതന്നെ ഓർമ്മ വരും കേട്ടോ. എൻ്റെ ആ ഒരു പണ്ടത്തെ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഒരു നൊസ്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാവല്. അങ്ങനെ ഇപ്പം ഇതാ ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയുടെ ചായയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടുണ്ടായിന് കേട്ടോ. പിന്നെ മക്കൾസിന് ഇന്ന് ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നമ്മളിന്ന് നെയ്ച്ചോറാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. നമ്മൾ ഗീ റൈസും നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ഇന്ന് നേരത്തെ ആക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇന്നത്തെ ഷോപ്പിംഗ് മീൻസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നല്ല കേട്ടോ. നമ്മളിവിടെ സാധനങ്ങളെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളിവിടെ എന്താണ് പലചരക്ക് സാധനം മേടിക്കാനാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ചില നാട്ടിലെല്ലാം അങ്ങനെയല്ലോ പറയല്ലേ പലചരക്ക് സാധനം. അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ ഉച്ചക്കത്തെ ഫുഡും എല്ലാം നേരത്തെ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയില്ലേ. പക്ഷേ ഇങ്ങനെയെല്ലാം പ്ലാൻ ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായത്. പക്ഷേ ബാക്കി ഭയങ്കര ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്, അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇല പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരാൾക്ക് ഇലയിലാണ് കേട്ടോ അധികം ചോറ് കൊണ്ടുപോകൽ. കാരണം മൂത്ത ആൾക്ക് ചോറ് കൊണ്ടുപോകാൻ വലിയ താല്പര്യമല്ല കേട്ടോ ഉച്ചക്കേക്ക്. അങ്ങനെ എന്താണ് ഉച്ചക്കത്തെ ഫുഡും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഉച്ചക്ക് ഫുഡ് കഴിക്കാണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ഇലയിലാണ് കേട്ടോ കൊടുക്കൽ. ഇലയിൽ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇലയിൽ കൊണ്ടുപോയിട്ട് കഴിക്കാൻ വേറെ തന്നെ ഒരു ഫീലാണെന്നോലും. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇപ്പം മക്കൾസിനെല്ലാം ഈ നമ്മളീ പൊതിച്ചോറ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര വീഡിയോസും ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു സംഭവം പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇലയിൽ. പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇലയിലെല്ലാം ഇങ്ങനെ കൊടുക്കാനായിട്ട്. ഞാൻ ആദ്യമായിട്ട് ഇലയിൽ കൊടുത്തത് ഒറ്റൊരു പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടൊന്ന് കൊടുത്തു നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇതായിരുന്നു. കാരണം ഇലയിൽ പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയാലും ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഉണ്ടായത്. പിന്നെ ആൾക്ക് അത് ഓക്കെ ആയി. പൊതിച്ചോറ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യം തന്നെയാണെന്ന്. പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ പൊതിച്ചോറ് കാര്യങ്ങൾ ഇലയിൽ പൊതിയുന്നതിനോടൊന്നും ചില ആൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇപ്പം എല്ലാം മാറിയില്ലേ, പണ്ടത്തെ ആ ഒരു ലെവലൊന്നും അല്ലല്ലോ ഇപ്പം. ഇപ്പം എല്ലാം നല്ല അടിപൊളി സാധനങ്ങളും കൊണ്ടുപോകാനും എല്ലാം മൊത്തത്തിലൊരു ചേഞ്ച് തന്നെയല്ലേ ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ ആ ഒരു രീതിയൊന്നുമല്ലല്ലോ ഇപ്പം.
അങ്ങനെ ഇപ്പോൾ ഇതാ ഞാനവരെ മറ്റേ രണ്ടാളെയും ബോക്സിലെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ, ലഞ്ച് ബോക്സിലെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ ഈ ഫുഡെല്ലാം പാക്ക് ചെയ്യൽ. കാരണം അവർ ഫുഡ് കഴിക്കുമ്പം തന്നെ ഞാൻ ലഞ്ചും കാര്യങ്ങളെല്ലാം സെറ്റാക്കി എടുക്കലാണ് കേട്ടോ എപ്പം. കാരണം അവർ രാവിലത്തെ ടൈം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും. പിന്നെ ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവരെ കൊണ്ടാക്കലാണ് കേട്ടോ. ഡെയിലി രാവിലെ ഞാൻ കൊണ്ടാക്കലാണ് സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഒന്നിനൊരു ടൈം ഉണ്ടാവില്ല കേട്ടോ. രാവിലെ കാരണം ഞാൻ ഇവരെല്ലാം റെഡിയാക്കി എന്നിട്ട് ഞാനും റെഡിയാക്കിയിട്ട് ഇങ്ങനെ വേഗം പോകുന്നതല്ലേ, അപ്പോൾ ഒന്നിനൊരു ടൈം ഉണ്ടാവില്ല. പിന്നെ ഞാൻ റെഡി ആയാൽ വലിയ കാര്യമായിട്ടുള്ള റെഡി ആകലൊന്നും ഇല്ല കേട്ടോ. കാരണം ഞാൻ റെഡി ആകലെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമൽ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വേഗം അബായ എടുത്തിട്ട് ജസ്റ്റ് നമ്മളെ ഷാളൊന്ന് ചുറ്റും. പിന്നെ രാവിലെ എഴുന്നേറ്റപാട് ഞാൻ മുടി എപ്പോൾ ഞാൻ കെട്ടി വെക്കും കേട്ടോ. കാരണം മുടി കെട്ടൽ മീൻസ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ നല്ല ഒന്ന് ഒതുക്കി കെട്ടിയിട്ട് നമ്മളെ ഹെയർ ക്ലിപ്പ് ഉണ്ടല്ലോ അതങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമ്മളെപ്പാന്ന് ഫ്രഷ് ആകാൻ പോകുന്നത് എന്നേറെ അത് അയക്കണ്ടോ അതുവരെ അവിടെ നിന്നോളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങനെ ഒന്ന് റെഡിയായി. പിന്നെ വേഗം അബായ ഇട്ട് ജസ്റ്റ് ഷാളൊന്ന് ചുറ്റിയാൽ ഞാനങ്ങ് റെഡിയായി കേട്ടോ. എനിക്കങ്ങനെ എന്താണ് ചില സമയത്ത് എനിക്ക് നല്ല വൃത്തി റെഡിയാകാൻ ഒരുങ്ങാനെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നുമല്ല. അതായത് ഞാൻ പെട്ടെന്ന് തന്നെ വേഗം സെറ്റായി അങ്ങ് പോകാനാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഫുള്ളൊരു ഞാനിങ്ങനെ ഭയങ്കര ഒരു സ്പീഡപ്പായിട്ട് ആ ഒരു ടൈം ആകുമ്പോൾ ഒരു ലാസ്റ്റ് മൊമെൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലാസ്റ്റ് മൊമെൻ്റ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ അത്. കാരണം ഞാനിങ്ങനെ ചടപടേന്ന് പറഞ്ഞിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വേഗം കീയൽ. അതുപോലെ തന്നെ ഈ രാവിലെ പോകുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ബ്ലോക്ക് ആയിരിക്കും കേട്ടോ ഉണ്ടായാൽ. പക്ഷേ അതിങ്ങനെ ഓരോരോ ടൈമിനാണ് കേട്ടോ ഈ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ. കാരണം ഇപ്പം ഞാനിങ്ങനെ കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേരം എനിക്ക് ഏകദേശം ഒരു മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഈ 9:30 തുടങ്ങുന്നവർ അതുപോലെ തന്നെ 10 മണിക്ക് തുടങ്ങുന്നവർ ഓരോരാൾക്ക് ഓരോരോ ടൈം ഉണ്ടാവുമല്ലോ, ഓഫീസ് സ്കൂളെല്ലാം പോകുന്നവർ. അപ്പോൾ ആ ഒരു ഓരോരോ ടൈമിന് നല്ല ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ 9:30 തുടങ്ങുന്നവരല്ലേ ഏകദേശം ഒരു 9:15 എല്ലാം ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും എത്തുമല്ല. അപ്പോൾ ആ ഒരു ടൈമിനൊന്നും വലിയ വണ്ടി ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 8:55 ആ ഒരു ടൈമിനെല്ലാം അത്യാവശ്യം നല്ല ബ്ലോക്കായിരിക്കും. പക്ഷേ എന്നാൽ ബ്ലോക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ മാഷാ അല്ലാ എത്തലുണ്ട് കേട്ടോ. എപ്പം ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് എപ്പം എത്താനായിട്ട് പറ്റലുണ്ട്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ഇനി അങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടും വരാണ്ടിരിക്കട്ടെ. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാനെയും കൂടി ഞാൻ ഇന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. കാരണം സാധാരണ ഞാനേ പോകുമ്പോൾ ഉമ്മ വരത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഏതായാലും സാധനമെല്ലാം വാങ്ങിക്കാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് രണ്ടാൾക്കും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മാവും ആയിഷയല്ല ഫാത്തിമാവും വന്നതാണ് കേട്ടോ അത്. പക്ഷേ ഉമ്മ വരാൻ വലിയ പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാത്തിമാക്ക് വലിയൊരു ഉഷാറേ ഉണ്ടായിട്ടില്ല ഇന്ന് വന്നോണ്ട്. കാരണം ഓള് രാവിലെ ഒന്നും ഫുഡൊന്നും അങ്ങനെ കാര്യമായിട്ട് കൊടുത്തിട്ടില്ല, അങ്ങനെയെല്ലാം ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു വ്ളോഗ് 2 ദിവസമായിട്ട് എടുത്തതാണ് കേട്ടോ. കാര്യം ഈ ഒരു വ്ളോഗിലുണ്ടല്ലോ മെയിനായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ സാധനം എല്ലാം വാങ്ങി നമുക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാൻ ഉണ്ടായത്. പക്ഷേ ഇത് ഷോപ്രിക്സാണ്. അപ്പോൾ ഷോപ്രിക്സിൽ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ പാടും ഫാത്തിമാക്ക് വല്ലാണ്ട് എന്തോ പോലെ. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഇടുന്ന് കുറച്ച് സാധനം എല്ലാം വാങ്ങിയിട്ട് അങ്ങനെ തിരിച്ചു പോകാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇടുന്ന് അങ്ങനെ കുറച്ച് എല്ലാവരും ചില്ലറ സാധനങ്ങളെല്ലാം ഇടുന്ന് തന്നെ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പമ്പേഴ്സ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. അപ്പോൾ പമ്പേഴ്സ് ഞാൻ ഈ ഒരു ടൈപ്പാണ് കേട്ടോ വാങ്ങിക്കൽ. കാരണം ഇതിന് ചെറിയ അത്രയും റേറ്റില്ലെന്നോ, ഇത് അധികം ഓഫറിലെല്ലാം ഉണ്ടാകലുണ്ട് കേട്ടോ ഈ ഒരു പമ്പേഴ്സ്, ഈ ഒരു ടൈപ്പ്. അപ്പോൾ ഞാൻ അധികം ഈ ഒരു പമ്പേഴ്സാണ് കേട്ടോ വാങ്ങിക്കൽ. പിന്നെ ഓക്ക് മാഷാ അല്ലാ ഈ ചില കുട്ടികൾക്കെല്ലാം ഈ പല ടൈപ്പ് പമ്പേഴ്സിലെല്ലാം ഇങ്ങനെ റാഷസും കാര്യങ്ങളെല്ലാം വരും. പക്ഷെ ഓക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചെറിയ കുറഞ്ഞ ടൈപ്പ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കില്ല. അങ്ങനെ വലിയ ഹൈ ലെവലിൽ അതൊന്നും ഞാൻ വാങ്ങിക്കില്ല. കാരണം അതെല്ലാം ജസ്റ്റ് ഇട്ട് അപ്പാടപ്പാട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതായപാട് നമ്മൾ മാറ്റി കൊടുക്കുന്നതല്ല. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഇതാ ആ ഒരു ദിവസം നേരെ തിരിച്ച് പുറക്കെത്തി. പിന്നെ ഒരു പണിയും ഇല്ല കേട്ടോ. പിന്നെ വെറുതെ കുറേ സമയം ഇരുന്ന് അങ്ങനെ സമയം പോയി. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേന്ന് ഞാൻ പറഞ്ഞ് നമ്മൾ ആ ഒരു ടൈമിൽ പോയവരുണ്ടല്ലോ കാര്യമായിട്ട് ഒന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഫാത്തിമ കുറച്ച് സമയം ഒരു അനങ്ങാണ്ടിരുന്നിട്ട് പിന്നെ ഓൾക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ ആയിട്ട് പിന്നെ നമ്മൾ വേഗം തിരിച്ച് പുറക്കേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. കാരണം രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയൊരു ഇതില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ നെക്സ്റ്റ് ഡേ നമ്മളിതുപോലെ പിറ്റേ ദിവസം
മദ്രസയിൽ പോകാനുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഉണ്ടല്ല, ഞാൻ സാധാരണ മദ്രസയിലൊന്നും അങ്ങനെ കൊണ്ടാക്കലില്ല. കാര്യം സൈക്കിളിലാണ് കേട്ടോ പോകൽ. പക്ഷേ കുറച്ച് ലേറ്റായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം സൈക്കിളിൽ നിന്ന് എന്തോ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് 2 ദിവസം അടുപ്പിച്ച് മദ്രസയിൽ പോകാനുണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ മദ്രസയിൽ നിന്ന് വന്ന് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ ചെടിയെല്ലാം അത്യാവശ്യം നല്ലപോലെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറേ ദിവസമായി ഈ ചെടിയൊന്നും നോക്കാത്തത്. കാരണം ഒന്നിനൊരു ടൈമൊന്നും അങ്ങനെ കിട്ടൂല കേട്ടോ. ഇപ്പം മക്കളെല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും കൂടി ടൈം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ കിട്ടൂല. അപ്പോൾ പിന്നെ ചെടി ഇങ്ങനെ ഞാൻ വെറുതെ ഒന്ന് നടന്ന് നോക്കിയാൽ വാടിയ പോലെ കണ്ടുവരാൻ എനിക്ക് ഭയങ്കര ഫീലായി കേട്ടോ. കാരണം എനിക്ക് ചെടി എന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് എന്തോരം എൻ്റെ ജീവൻ പോലെയാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം നമുക്ക് അതിനൊന്നും ഇങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എപ്പോൾ ഇങ്ങനെ വിചാരിക്കട്ടെ, അവർ ചെടിച്ചട്ടിയെല്ലാം പൊട്ടിയതെല്ലാം കാണുമ്പോൾ ഞാൻ അവരായിരിക്കും ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം, ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകലാണ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസവും നമ്മൾ എന്താണ് ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട്, നമ്മളിവരെ സ്കൂളിൽ കൊണ്ടാക്കൽ. അപ്പം ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇവരെ സ്കൂൾ ഇങ്ങനെ കൊണ്ടാക്കാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് ബസ്സെല്ലാം ഉണ്ട് കേട്ടോ, സ്കൂൾ ബസ്സെല്ലാം ഉണ്ട്. അപ്പോൾ സ്കൂൾ ബസ് 8:30 കേട്ടോ വരത്ത്. അപ്പോൾ ഈ നമ്മളെ ചെറിയ 2 ആളധികം ഫുഡൊന്നും കഴിക്കാണ്ടാണ് കേട്ടോ സ്കൂളിൽ പോകൽ. അപ്പോൾ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊന്നും അവർ കാര്യമായിട്ട് കഴിക്കുകയും ചെയ്യില്ല. പിന്നെ ഈ ബസ്സിൽ രാവിലെ തന്നെ കറങ്ങി തിരിഞ്ഞ് സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് അവരൊരു പരുവത്തിലാകുന്നത്. അപ്പോൾ ഇവർക്കാണെങ്കിൽ വിട്ടുമാറാത്ത ഒരേ പനി എപ്പം നോക്കിയാലും പനി മാറുന്നേ ഇല്ല. അതുപോലെ തന്നെ വെയിറ്റും 2 ആളും നല്ല പോലെ കുറഞ്ഞ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ ടൈമിൽ ഡോക്ടർ പറഞ്ഞ് കുട്ടികൾക്ക് നല്ലോണം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് തന്നെ നമുക്ക് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് ഇവർക്ക് എന്താ സംഭവിച്ചിരുന്നത്. പക്ഷെ നമ്മൾ ഇപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചതിന് രാവിലെ ഇവരെ കൊണ്ടാക്കാന്നില്ല ഒരു കാര്യം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടാക്കുന്നത്, ഇവർക്ക് വേണ്ടിക്കാന്നാണ് കൊണ്ടാക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് രാവിലെ നമ്മളൊരു നോർമൽ ഡെയിലി ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ അതെല്ലാം ഇപ്പം കുറേ ആളല്ലേ സ്കൂൾ കൊണ്ടാക്കുന്ന കുറേ ആൾക്കാരില്ലേ. പക്ഷേ റിട്ടേൺ വരുമ്പോൾ ഈ ഒരു ബസ്സിലാണ് കേട്ടോ വരുന്നത്. രാവിലെ മാത്രം ഞാൻ അങ്ങനെ കൊണ്ടാക്കലാണ്. അങ്ങനെ ഇപ്പം ഇതാ പിറ്റേ ദിവസം ഞാൻ മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായത്, ഉമ്മ വന്നിട്ടുണ്ടായിട്ട്. കാരണം തലേന്ന് തന്നെ നല്ല ഫാത്തിമ വല്ലാണ്ട് ഇടങ്ങേറാക്കിയോണ്ട് പിന്നെ ഉമ്മ പറഞ്ഞ് ഏതായാലും ഞാൻ വരുന്നില്ല, നീ പോയിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ട്വിസ്റ്റാണ് കേട്ടോ. കാരണം ഇവിടെ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടേ ഉണ്ടായിട്ട് കേട്ടോ. കാരണം അന്നത്തെ ദിവസം രാവിലെ തന്നെ വേഗം നമ്മൾ പെട്ടെന്ന് തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് തന്നെ ഓൻ്റെ സ്കൂൾ 9:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യൽ. അപ്പോൾ 9:20 ആകുമ്പോൾ തന്നെ ഞാൻ താഴേക്ക് ഇറങ്ങി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട്, പക്ഷേ ഞാൻ ഈ ഒരു ഷോപ്പിലല്ല കേട്ടോ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്ലോക്കായ ടൈമിൽ തന്നെ ഞാൻ ഷോപ്രിക്സിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായത്. പക്ഷേ ഇത് ബ്ലോക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ അവിടെ നിന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്ത് പോയതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ച് റിട്ടേൺ വന്നിട്ട് വേണം അവിടെ കയറാൻ. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട, നമുക്ക് ഏതായാലും ഈ ഒരു നമ്മളെ മാഗ്നം മാൾ ഉണ്ടല്ലോ അവിടെ ഗ്രാൻഡ് ഹൈപ്പറിൽ പോകാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം ഓപ്പൺ ആക്കണമെങ്കിൽ 10 മണിയാവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടാവുന്നു. പക്ഷേ ഇത് അങ്ങ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇടുന്ന അത്രയും ആൾ വന്നിരുന്ന ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് ഓപ്പൺ ആക്കിയ വെക്കലേ ഉണ്ടായിട്ട് അപ്പോഴത്തേക്കും എത്ര ആൾക്കാരാണ് വന്നത്. എനിക്ക് ഞാൻ വിചാരിച്ചിവിടെ ഞാൻ മാത്രമേ ഉണ്ടായിട്ടില്ലയോ, ഈ രാവിലെ ഞാൻ മാത്രമായിരിക്കും വന്നിട്ടുണ്ടാവില്ലേന്ന്. അപ്പോഴത്തേക്കും കുറേ ആളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഷോപ്പ് സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ ഇതാ ഇടുന്ന അങ്ങനെ കുറേ പച്ചക്കറിയും എല്ലാം വെജിറ്റബിളും ഫ്രൂട്ട്സും എല്ലാം അങ്ങനെ ഇടുന്ന് വാങ്ങിക്കലാണ് കേട്ടോ. അവിടെ ഞാൻ ഈ തക്കാളിയെല്ലാം വാങ്ങിക്കുന്ന ടൈമിലുണ്ടല്ലോ നമ്മൾ പച്ച തക്കാളി വേറെ അധികം പഴുക്കാത്ത അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൽ. അതായത് ഓരോരാളും ഓരോരോ രീതിയിലായിരിക്കും എല്ലാം പർച്ചേസ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും അങ്ങനെ എന്തെല്ലാം ഒരു നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൽ. അതുപോലെ തന്നെ നമ്മൾ ഈ വറവിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ഒരു ടൈം വറുക്കാൻ ഒരു ദിവസം വറുക്കാൻ ഇത്ര, ഒരു ദിവസം വറുക്കാൻ ഇത്ര, അങ്ങനെയെല്ലാം കേട്ടോ ഞാൻ എല്ലാം വാങ്ങിക്കൽ. ഇങ്ങനെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ട് വെറുതെ ഇതാക്കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഇങ്ങനെ നോക്കി കണക്കായിട്ടില്ല അങ്ങനെ വാങ്ങി. ഇനിയിപ്പം നേരെ തിരിച്ച് റിട്ടേൺ നമ്മളെ പുറക്കേക്ക് പോലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ മാത്രമായതുകൊണ്ട് തന്നെ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ, രസമില്ല എനിക്കൊന്നും വാങ്ങിക്കാൻ. പിന്നെയും പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ കേട്ടോ നമുക്കൊരു പാങ്ങ് ഇങ്ങനെ എല്ലാം വാങ്ങാനും നോക്കാനെല്ലാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ വേറൊരു ഉപകാരം കൂടിയുണ്ട് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ വേഗം തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യും. അതായത്
ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാനായാലും നമ്മളപ്പോൾ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ചാൽ ഇതെങ്ങനെ ഇതങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് ടൈം പോകും. അതിനേക്കാളും നല്ലതുണ്ടല്ലോ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എന്തെങ്കിലും വാങ്ങിക്കാനും ഇതുപോലെ ഷോപ്പിങ്ങിനെല്ലാം ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വേഗം വേഗം എല്ലാം വാങ്ങി വേഗം അങ്ങ് വാങ്ങിയിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിക്കാനും ഒറ്റയ്ക്ക് പോകാനാണ് കേട്ടോ ഇഷ്ടം. പക്ഷേ ഡ്രസ്സെല്ലാം ഷോപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണം, എനിക്ക് പ്രത്യേകിച്ച് ഉമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ എനിക്കൊരു പാങ്ങുണ്ടാവില്ല എന്തെന്ന് ഡ്രസ്സെല്ലാം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഫാത്തിമ ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് കേട്ടോ. സാധാരണ ഓൾ ഉറങ്ങലുണ്ട് കേട്ടോ ഈ ഒരു ടൈം, പക്ഷേ ഇന്നത്തെ ദിവസം ഓൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് അങ്ങനെ പൊരക്കെത്തി. ഇനിയിപ്പോൾ മോളെല്ലാം ഒന്ന് റെഡിയാക്കി പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നേരം തന്നെ എല്ലാം എടുത്ത് വെക്കും കേട്ടോ. കാരണം പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഈ പിന്നെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഒരു തന്നെ ആയിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ സാധനങ്ങളെല്ലാം അപ്പം തന്നെ എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ സമാധാനമാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജ് അധികവും ക്ലീൻ ആക്കിയിട്ടാണ് കേട്ടോ പോകൽ. അതായത് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനെല്ലാം വാങ്ങിക്കൽ. ഇല്ലെങ്കിൽ നമ്മൾ ഈ പഴയ സാധനത്തിൻ്റെ ഒപ്പം തന്നെ വീണ്ടും ഈ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് കുറേ വേസ്റ്റായി അങ്ങനെയെല്ലാം ആവില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും കാലിയാകുന്ന ആ ഒരു ടൈമിനാണ് കേട്ടോ ഞാനെല്ലാം വാങ്ങിക്കൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ലാസ്റ്റ് ഫ്രിഡ്ജെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തന്നെ സാധനം എല്ലാം പുതിയതായിട്ട് അങ്ങ് ഇറക്കിയാൽ മതിയല്ല. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു വെജിറ്റബിൾസ് എല്ലാം ഇടുന്ന ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാനിങ്ങനെ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും പേപ്പർ വിരിച്ചിട്ടാണ് കേട്ടോ എല്ലാം വെച്ച് കൊടുക്കൽ. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ ഒരു ബോക്സിൽ നമ്മൾ എന്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കച്ചറയാവും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് കഴുകാൻ കുറച്ച് പണിയല്ല. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ. ഞാൻ ഗൾഫിലെല്ലാം ഉള്ള ടൈമിലെല്ലാം ഞാൻ അധികം ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു ഇതിലെല്ലാം ഇങ്ങനെ ചെയ്യലാണ് കേട്ടോ. അതുകൊണ്ട് നല്ല സുഖമാണ്. നമുക്ക് എപ്പോഴും ഇതെടുത്തിട്ട് ഈ വലിയ സാധനം എപ്പോഴും എടുത്ത് കഴുകേണ്ട ഒരാവശ്യമില്ലല്ലോ. പിന്നെ പച്ചമുളകിൻ്റെ എല്ലാം അതിൻ്റെ ഒരു മൊത്തെല്ലാം കളഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ എടുക്കാൻ പറ്റും കേട്ടോ. ഇത് നല്ല സുഖമാണ് കേട്ടോ. പച്ചമുളക് എത്ര നാൾ വരെ വേണമെങ്കിലും അനങ്ങൂല, അതുപോലെ ആ ഒരു ഫ്രഷോടെ ഉണ്ടാവും കേട്ടോ അങ്ങനെ വെച്ചാൽ. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വൈകുന്നേരം മക്കൾസിന് അവർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഫുഡ് ആക്കണം കേട്ടോ. കാരണം രാവിലെ നമ്മൾ അങ്ങനെയെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാര്യമായിട്ട് ഉച്ചയ്ക്ക് നമ്മളങ്ങനെ ഫുഡൊന്നും ആക്കലില്ല കേട്ടോ ഉച്ച സമയത്ത്. പിന്നെ നമ്മൾ മക്കളെല്ലാം വരുന്ന ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഫുഡ് കാര്യമായിട്ട് റെഡിയാക്കി വെക്കും. അപ്പം അവർ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചാൽ പിന്നെ അവർ രാത്രിക്കിലും അങ്ങനെ ഒന്നും കഴിക്കുമൊന്നുമില്ല കേട്ടോ. കാരണം ഏകദേശം വന്ന് എല്ലാം റെഡിയായി ഈ ഒരു 6 മണിയെല്ലാം ആവും കേട്ടോ. ഇതെല്ലാം കഴിക്കുമ്പം ചായ എല്ലാം കുടിക്കുമ്പോൾ ഒരു 5:30-6 മണിയെല്ലാം ആവുമല്ലോ. പിന്നെ രാത്രിക്ക് കാര്യമായിട്ട് അങ്ങനെ ഒരു ഫുഡൊന്നും വേണ്ട. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ സേമിയ ചിക്കൻ പുലാവാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് മക്കൾസിന് ലഞ്ച് ബോക്സിലെല്ലാം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാരണം ഞാൻ മുമ്പ് ഗൾഫിലെല്ലാം ഉള്ള ടൈമിൽ ഞാൻ അധികവും സ്കൂളിലേക്ക് ഇതാണ് കേട്ടോ കൊടുത്തേക്കലുണ്ടായിന്. പക്ഷേ ഇപ്പം പിന്നെ നമ്മൾ നാട്ടിൽ മെയിനായിട്ട് ഇങ്ങനത്തെ ഒന്നും രാവിലെ പ്രിപ്പയർ ചെയ്യാനൊന്നും വലിയൊരു ഇതുണ്ടാവില്ലല്ലോ. അധികം ദോശയോ പത്തില് അങ്ങനത്തെ പത്തില് അങ്ങനത്തെ ഐറ്റംസാണല്ലോ കൂടുതലുണ്ടായാൽ. പക്ഷേ ഇതെല്ലാം ഒരു സിമ്പിളായിട്ട് നമുക്ക് വേഗത്തിൽ ലഞ്ച് ബോക്സിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ ഫസ്റ്റ് തന്നെ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ സേമിയ. ഇതിൽ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വിനീഗർ, അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റെങ്കിലും മിക്സ് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ചെറുതായിട്ട് കട്ടാക്കി എടുത്തുകൊണ്ട് തന്നെ വേഗത്തിൽ റെഡിയായി കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കീഴിലേക്ക് വേണ്ട കുറച്ച് വെജീസ് എല്ലാം ഒന്ന് കട്ടാക്കി എടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ മക്കൾസിനുണ്ടല്ലോ മെയിനായിട്ട് നമ്മൾ എല്ലാത്തിലും വെജിറ്റബിൾസ് എല്ലാം ഉൾപ്പെടുത്തുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് മക്കൾസിനെല്ലാം ഈ വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത കുട്ടികളല്ലേ കൂടുതലായിട്ട്
എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് മക്കൾസിന് അങ്ങനത്തെ കുട്ടികളെ കൂടുതലായിട്ട് ഉണ്ടാവില്ല. വെജിറ്റബിൾസ് കഴിക്കാൻ കുറച്ച് ബാക്കോട്ട് നിൽക്കൽ. അവർക്കെല്ലാവർക്കും ഈ ചിക്കനും ബീഫും അങ്ങനത്തെ ഐറ്റംസിനോടല്ലേ കുറച്ചും കൂടിയും ഇഷ്ടം ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ളവർക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കുറച്ചല്ല നമ്മളെ ഒരു 2 ക്യാരറ്റ് ക്യാപ്സിക്കം അതെല്ലാം ഒന്ന് കട്ടാക്കി എടുക്കലാണ് കേട്ടോ അതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ നല്ല മസാല എല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ വെജിറ്റബിൾസ് ആയിട്ട് ഞാനിവിടെ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഉള്ളി, പിന്നെ വേറെ എന്താ പറയുക ക്യാപ്സിക്കം, അതും പിന്നെ കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ഇത്രയേ വേണ്ടു കേട്ടോ ഐറ്റംസ്. പിന്നെ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് ഇടാം. പക്ഷേ ക്യാബേജ് അത്ര ഇടുന്നത് വലിയൊരു ഇതില്ല, എന്നാലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇല്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കുക, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി പൊരിഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ബാക്കിയിലെ വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അത് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക കേട്ടോ അതിൽ തന്നെ. അപ്പോൾ കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ കെച്ചപ്പ് ഉണ്ടല്ലോ, നമ്മളെ ടൊമാറ്റോ സോസ്, കെച്ചപ്പല്ല ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സോയ സോസും ചേർത്തിട്ട് ഈ ഒരു മിക്സ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതാ നമ്മൾ ആ ഒരു സേമിയ റെഡിയാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഈ സേമിയ ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഈ സേമിയ നല്ല കുക്കായതല്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം പൊട്ടി ഒരു പരുവത്തിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ടോ. ശരിക്കും ഉണ്ടല്ലോ നമുക്കിതൊരു ഗസ്റ്റെല്ലാം വരുമ്പോൾ ഒരു പാർട്ടിയിലെല്ലാം നല്ല കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ്, കാണാനും നല്ല ലുക്കാണ്, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സോസിൻ്റെ ഒരു കുറവ് പോലെ കണ്ടുകൊണ്ട് ഞാൻ കുറച്ച് സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക്. ഇനിയിപ്പോൾ മൊത്തത്തിൽ മിക്സാക്കി എടുക്കുക. പിന്നെ അപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ നമ്മൾ സേമിയ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതും പൊരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഗസ്റ്റെല്ലാം വരുന്ന ടൈമിൽ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കൂലേ, കുറേ ഡിഷസ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കും കുറച്ചും കൂടിയും ടേസ്റ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിലായിട്ട് മക്കൾസ് എല്ലാം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഫ്രഷ് ആവാനെല്ലാം പോയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കലാണ്. കാരണം അത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണല്ലോ ഈ ഒരു ഇതിൽ ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതാ നമ്മൾ ഫുഡെല്ലാം അങ്ങനെ റെഡിയായി. ഇനിയിപ്പോൾ മക്കൾസിന് കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഇൻസ്റ്റയിലേക്ക് ഇടാനായിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം അങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇത് നമ്മൾ ലഞ്ച് ബോക്സിലെല്ലാം ഒന്ന് ഇട്ടിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഏതായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ആക്കിയില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റ ഒന്ന് ഫോളോ ആക്കട്ടെ. ഈ ഒരു സെയിം ഐഡി തന്നെയാണ് കേട്ടോ, ഇൻസ്റ്റ അൻസൂസ് വേൾഡ് എന്ന് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റയിൽ കയറി ഒന്ന് ഫോളോ ആക്കണേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ പിന്നെ വൈകുന്നേരം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ മുറ്റത്തിറങ്ങുക, നമ്മളെ പക്ഷികളെ ഇതിനെല്ലാം നോക്കി അങ്ങനെ സമയം പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണാം.